എൻ്റെ പേര് സോണിയ. ഞാൻ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മക്കളാണ് അലൈന റോസ്, അന്ന റോസ്, ജൊഹാൻ. ഞാൻ 2 വർഷമായി പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നു, പക്ഷെ ഒന്നും റെഡിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ ഖത്തറിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എക്സാം എഴുതണമായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം എഴുതാൻ. ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു ഏപ്രിൽ 8-ാം തീയതി ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ 8-ാം തീയതി അത്ഭുതകരമായി എനിക്ക് ഡേറ്റ് കിട്ടി. എക്സാമിന് 2 ദിവസം മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒന്നും കൂടെ വന്നായിരുന്നു, ഹോൾ ടിക്കറ്റ് അച്ഛനെ കൊണ്ട് വെഞ്ചിരിക്കാനായിട്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞു ധൈര്യമായി എക്സാം എഴുതിക്കോ, പാസ്സാവും, ഏപ്രിൽ 8-ാം തീയതി ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എനിക്ക് മിഠായി തന്നു. ഞാൻ എക്സാമിൻ്റെ ദിവസം എക്സാം ഹാളിൽ കയറണേക്കാളും മുമ്പ് ആ മിഠായി കഴിച്ചു. പിന്നെ ദിവ്യകാരുണ്യ തൈലം എൻ്റെ കയ്യിലും തേച്ചു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ തൈലം ഞാൻ കമ്പ്യൂട്ടറിൽ 3 വട്ടം കുരിശ് വരച്ചു, പ്രാർത്ഥിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം തന്നെ റിസൾട്ട് അറിഞ്ഞു. 75 മാർക്കാണ് എനിക്ക് വേണ്ടത്. അതിന് ദൈവം എനിക്ക് 92 മാർക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മമ്മിക്ക് നല്ല പനിയായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി ഒരു വെളുപ്പിനെ ഒരു 3 മണിയായപ്പോൾ തലചുറ്റി വീണു. തലയൊക്കെ പൊട്ടി ഭയങ്കര ബ്ലഡ് വന്നു. നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തലച്ചോറിന് എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടോ അതോ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ സമയം 5:30 ആയിരുന്നു. അപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുക്കും, പേടിക്കണ്ട. അങ്ങനെ CT റിസൾട്ട് വന്നപ്പോൾ അത് നോർമലായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലേക്ക് പോയി. നല്ല ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു കമ്പനിയിൽ ജോലി കിട്ടി. പക്ഷെ ഞാൻ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചായിരുന്നു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടണമെന്ന്. അങ്ങനെ മാർച്ച് 5-ാം തീയതി നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ പ്രവേശിച്ചു. ഇത്രയും അധികം അനുഗ്രഹം തന്ന ദിവ്യകാരുണ്യനാഥനും ഈശോയ്ക്കും കാനാട്ടച്ഛനും ടീമംഗങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. നല്ല സന്തോഷത്തോടെ ഉറക്കെന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഈ സോണിയായും കുടുംബവും ഈ അൾത്താരിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഒരവസരം കൊടുക്കണമേ എന്ന് അത് ഒത്തിരിയേറെ ഞാനും ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഈ പരീക്ഷ ജയിക്കുക, വിദേശത്തെത്തുക എന്നുള്ളത്, അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ച് അത്രയേറെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഇങ്ങനെ ഒരു ജോലി കിട്ടിയേ ഇവർക്ക് മതിയാവൂ. അതിനുവേണ്ടി സഹോദരി എന്തോരം പരിശ്രമിച്ചു, എന്തുമാത്രം ഇപ്പോൾ കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നതെന്നൊക്കെ ഈ സഹോദരി കുടുംബം ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. കർത്താവ് എല്ലാത്തിനും നോക്കുക, പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, ഉത്തരം നൽകുന്നു. തൃശ്ശൂർ ജില്ലയിലെ വില്ലട എന്ന സ്ഥലത്ത് നിന്നുള്ള സോണിയയും കുടുംബത്തെയും ഇതുപോലെ ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹിച്ചു. ജീവിത പങ്കാളിക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു, സൗഖ്യം കൊടുത്ത് അമ്മയെ അനുഗ്രഹിച്ചു. ഇങ്ങനെയൊക്കെ വലിയ ദൈവാനുഗ്രഹം നൽകി ഈ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക്, ഈ കുടുംബത്തോട് ചേർന്ന് നമുക്കും കൈകൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ നന്ദി പറയാം. എല്ലാവരും ഒരുമിച്ച്